എത്ര അടി സ്ക്രീനാണെന്നൊരു ഐഡിയ ഇല്ല കേട്ടോ. ഞാൻ നോക്കിയിട്ട് പിന്നെ പറഞ്ഞുതരാം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമ്മൾ പണ്ട് ഞാൻ ട്രിവാൻഡ്രത്ത് പോയത് നിങ്ങൾ ഓർമ്മയുണ്ടോ? ഐമാക്സിൽ സിനിമ കാണാൻ വേണ്ടി രാത്രി ഇത്തവണ അതുക്ക് മേലെ പരിപാടി ചെയ്തേക്കണം. ഇതിന് മുന്നേ ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഹൈദരാബാദ് ഇതുപോലെ ഞാൻ പോയിട്ടുണ്ട്. ഇത്തവണ നമ്മൾ വന്നിരിക്കുന്നത് ഹൈദരാബാദിലല്ല, ട്രിവാൻഡ്രത്തല്ല, കോയമ്പത്തൂരൊന്നുമല്ല, മുംബൈയിൽ PVR ഐക്കോൺ ഐമാക്സ് ലേസറിൽ സിനിമ കാണാൻ വേണ്ടി ഞങ്ങൾ ഫ്ലൈറ്റ് പിടിച്ച് വന്നിരിക്കുകയാണ്. എങ്ങനെ വന്നാൽ മറ്റേ വർഷമെന്നൊക്കെ ഞാനിവിടെ ചാനലിൽ വീഡിയോ ഉണ്ടാവും. എന്തായാലും എൻജോയ് ചെയ്യുക. മലയാളത്തിൽ ആരെങ്കിലും ഈ തിയേറ്റർ കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇത് മാത്രമല്ല, നമ്മളിവിടെ മുംബൈയിൽ വന്നെങ്കിൽ എൻ്റെ ഉദ്ദേശം വേറെയും കുറച്ച് തിയേറ്റേഴ്സ്, നിങ്ങൾ ആരും കാണാത്ത തിയേറ്റേഴ്സ് കാണിക്കുക എന്നുള്ള മൈൻഡോടെ തന്നെയാണ്. ഞങ്ങൾ എല്ലാ ദിവസവും ഓരോ ഡിഫറെൻറ്റ് തിയേറ്റേഴ്സിൽ പോകുന്നുണ്ട്. മലയാളത്തിൽ അങ്ങനെ കാണിച്ചിട്ടില്ല എന്ന് തന്നെയാണ് വിശ്വാസം. അപ്പോൾ എൻജോയ് അവർ ഗിഫ്റ്റ് യു ഗൈസ്. ഞങ്ങൾ എക്സ്പീരിയൻസ് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഓപ്പൺഹൈമർ തുടങ്ങാൻ ഇനി 1 മണിക്കൂർ 40 മിനിറ്റാണുള്ളത്. പണം കണ്ട അഭിപ്രായം പറയാം. അപ്പോൾ ഫീനിക്സ് പലേഡിയം മോൾ എന്ന് പറഞ്ഞ മോളിനകത്താണ് PVR ഐക്കോൺ വരുന്നത്, ഐമാക്സ് ലേസർ. ഇവിടെ മുംബൈയിൽ ഒരേ ഒരു ഐമാക്സ് ലേസർ തിയേറ്ററേ ഉള്ളൂ. അവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഭയങ്കര അഭിപ്രായമുള്ളൊരു തിയേറ്ററാണ്. ഡൽഹി ഐമാക്സിൽ ഉള്ള തിയേറ്റർ പോലെ തന്നെ നല്ല അഭിപ്രായമുള്ളൊരു തിയേറ്ററാണ്. ഇതാണ് ഓപ്പൺഹൈമറിൻ്റെ കൗണ്ടർ കേട്ടോ. ഇത്രയും മണിക്കൂർ കഴിയുമ്പോഴേക്കും 1 മണിക്കൂർ 39 മിനിറ്റ് കഴിയുമ്പോൾ പടം തുടങ്ങും. ആ ഷോ തന്നെയാണ് ഞാൻ ബുക്ക് ചെയ്തേക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഷോ ആണ് കേട്ടോ. ഇപ്പോൾ കുറേ പേര് വിചാരിക്കണം കോയമ്പത്തൂർ ഐമാക്സിൽ പോയിരുന്നില്ല എന്നുള്ളത്. അവിടെ ഐമാക്സ് XT അല്ലേ എന്നൊക്കെ. യെസ്, അവിടെയും പോകുന്നുണ്ട്. പക്ഷെ അത് വേറൊരു സിനിമയ്ക്കായിരിക്കും പോകുന്നത്. ഞങ്ങൾ എന്തായാലും പോകുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മൾ ഡൽഹി ഐമാക്സിൽ പോകുന്നുണ്ട്. ഇതൊക്കെ കൂടാണ്ട് അടുത്ത നോളൻ്റെ മൂവി ഞാൻ കാണാൻ പോകുന്നത് ഇതൊക്കെ ഒരുപാട് മേലായിരിക്കും. ആ വീഡിയോ ഞാൻ ഇടുന്നതാണ് പോകുന്നതിൻ്റെ. നമ്മൾ സിനിമ പ്രാന്തെന്ന് വെറുതെ പേരല്ല, ശരിക്കും പ്രാന്താണ്. നമ്മൾ ഇമ്മാതിരി പ്രാന്ത് കാണിക്കും. അപ്പോൾ ഇതാണ് തിയേറ്ററിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് കേട്ടോ. ഈ മോളിൻ്റെ ഏകദേശം ബാക്കിലായിട്ടാണ് ഈ തിയേറ്ററിൻ്റെ ഇത് വരുന്നത്. നിങ്ങൾക്ക് പാർക്കിംഗ് അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരാം, അല്ലെങ്കിൽ ഞങ്ങൾ വന്ന പോലെ മോളിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്കും വരാം. അപ്പോൾ ഇതാണ് PVR ഐക്കോണിൻ്റെ എൻട്രൻസ് കേട്ടോ. പക്ഷേ എന്തായാലും സിനിമ തുടങ്ങാൻ വേണ്ടി 1.5 മണിക്കൂറും കൂടി ഉണ്ട്. അപ്പോൾ ഒന്ന് മോള് ഇറങ്ങിയിട്ട് വരാം കേട്ടോ. പ്രാവ് വന്നിട്ട് ഇന്ത്യ ഡൽഹിയിൽ നിന്ന് പറഞ്ഞോട്ട് പാവുന്നത് മഴാനെ അതായിരിക്കും കയറിയിരിക്കണേ. പക്ഷേ അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വന്നു. ഇനി 41 മിനിറ്റ് കൂടി കേട്ടോ. ഇനി നിങ്ങളെ ഒന്ന് തിയേറ്ററൊക്കെ കാണിച്ചു തരാം. ബൈ ദ വേ, ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കുമ്പോൾ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ കേട്ടോ. ലക്സ് PVR ഐക്കോൺ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. കോട്ടക്ക് ഐമാക്സ് വിത്ത് ലേസർ എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ ബുക്ക് ബൈ ഷോ വഴി നേരത്തെ ബുക്ക് ചെയ്തതാണ്. ഇതുകൂടാണ്ട് നമ്മൾ ഗിവ് അവേ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇവിടെ എനിക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റിയില്ല, കാരണം ഇതിന് തീർന്നു പോയി. അപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്നത് അത് നമ്മുടെ സിനിപോളിസ് വേറെ ഐമാക്സ് ഉണ്ട്, അവിടെ കൊടുത്തേക്കണം കേട്ടോ. മോനെ അന്യായ ആംബിയൻസ്, അന്യായം. ഇതെന്ത് ഗോൾഡ് സുക്ക മോനെ. ലൈറ്റ് നോക്കിയേ, വേറെ സീൻ. മോനെ ഒരു രക്ഷയില്ല. ഇവിടുത്തെ ബാത്റൂം എനിക്ക് നോക്കിയേ, വേറെ ലെവൽ. ഇതാണ് ഇവിടുത്തെ ബാത്റൂം കേട്ടോ. മോനെ ആ സൈഡിൽ പിസേറിയും ഗ്രീൻ പരിപാടികളൊക്കെ ബാക്കിയുള്ള ഫുഡ്സൊക്കെ ഉണ്ടാവും. റേറ്റ് നമ്മുടെ കൊച്ചിയിലുള്ള PVR ഒക്കെ തന്നെ. ടോയ്ലറ്റ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ. ഇവിടെ 99 റുപ്പീസ് ഓഫർ ഉണ്ട്, അത് ഉണ്ടോ? 6 PM വരെ ഉള്ളല്ലേ. കോട്ടക് ഐമാക്സ് OD 5 and 6 ആണ്. ഒന്ന് നോർമൽ ഐമാക്സും വേറെ ഒന്ന് ലേസറും. ശരിക്കും നമ്മുടെ ഗ്രാൻഡ് ഹൈറ്റിൽ കയറണ പോലെ. തേർഡ് ഫ്ലോർ എന്നല്ലേ പറഞ്ഞേ? ഓഡിറ്റോറിയം ഐമാക്സ് 5th and 6th. ആ ശരി കേട്ടോ. 3rd ഫ്ലോറിലാണ് 5 and 6 കോട്ടക് ഐമാക്സ്. 5 and 6 കോട്ടക് ഐമാക്സ്. 7 ആണ് ഈ കോട്ടക് ഐമാക്സ് എന്ന് പറഞ്ഞിട്ട്. ലുക്ക് 5 and 6 ലക്സ് ആണ്. 7 ആണ് നമ്മുടെ കോട്ടക് ഐമാക്സ്. 30 minutes ഫ്രീ ചാർജിങ്. ഇതൊക്കെ കാണുന്നതാണ് നമ്മുടെ ഐമാക്സ് വിത്ത് ലേസറിൻ്റെ തിയേറ്ററിൻ്റെ ഓപ്പണിങ് കേട്ടോ. അന്യായ ഇൻറ്റീരിയർ വർക്ക്സ്, ഒന്നും പറയണ്ട. പക്ഷേ ഒരു കാര്യം ഉറപ്പ്, ഞാൻ ഇതുവരെ പോയിട്ടുള്ള തിയേറ്ററുകളിൽ വെച്ച് ഏറ്റവും സുന്ദരമായ തിയേറ്റർ ഇതാണെന്ന് പറയേണ്ടി വരും. ഐ അഡ്മിറ്റ് ഇറ്റ്. ഇതുവരെ ഞാൻ ലൈഫിൽ കയറിയ തിയേറ്ററിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ള തിയേറ്റർ. എങ്ങനെയുണ്ട് ഐമാക്സ് ലേസറിൻ്റെ എക്സ്പീരിയൻസ്? തുടങ്ങിയതുണ്ട് ഇവിടെ നിന്ന് തന്നെ വേറെ ലെവൽ.
ഞങ്ങളിവിടെ വന്നപ്പോഴേക്കും അധികം ആളുണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ ആൾക്കാരുടെ തിരക്ക് കാണിച്ചത് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇവിടെ നിറച്ച ആളാണ്, ഇപ്പുറത്തൊക്കെ ആളാട്ടാണ്. കഴിഞ്ഞിട്ടുള്ള ബാക്കി കാണിച്ച തരാട്ട തിരക്ക്. അതാണ് പവർ ഓഫ് നോളൻ ഫാൻ ബേസ്. ഇതെന്താ ബിരിയാണി ഫ്രീ വല്ലതും കൊടുക്കുന്നത്? എല്ലാവരും എന്തിനും ഓർഡർ, എല്ലാവർക്കും സീറ്റ് ഉള്ളതല്ലേ. ഒരു ഇവിടുത്തെ പോപ്കോണിൻ്റെ സൈസ് ഭയങ്കര വലുതാണ്, അടിപൊളി. ആൾക്കാർ ഓടുകയാണ്. മോനെ സ്റ്റെപ്പ് തട്ടൂല കാരണം ലൈറ്റ് ഇടുന്നു. എൻ്റെ മോനെ നല്ല ഫീലാണ് സ്ക്രീൻ. എനിക്ക് മൊബൈലൊന്നും കിട്ടാനുള്ള ഗൈസ്. ഇത് ട്രിവാൻഡ്രത്തുള്ള സ്ക്രീനേക്കാളും വലുതാണ് ഗൈസ്. നമ്മുടെ സീറ്റ് എന്ന് പറഞ്ഞാൽ P2122 കേട്ടോ. അത് നോർമൽ സീറ്റ്സ് ഇത് ഇങ്ങനെയാണ്, റിക്ലൈനർ അങ്ങനെയാണ്. ഇത്ര മുകളിൽ കയറിയിട്ടാണ് സീറ്റ് കാണിച്ചു തരാൻ പോലും പറ്റിയത്. സ്ക്രീനിൻ്റെ പോലെ പോകാം. അപാരം വലിയ സ്ക്രീൻ, എനിക്ക് ക്യാമറ കാണിച്ചു തരാൻ പറ്റുന്നില്ല. ചുറ്റി വരണം എന്നാലും അവിടെ പോകാൻ പറ്റുള്ളൂ. ഞാൻ അവിടെ ഏറ്റവും പൊക്കത്ത് ഏറ്റവും കോർണറിൽ നിന്നിട്ടാണ് എനിക്കൊന്ന് കിട്ടണത്. ഇത് എത്ര അടി സ്ക്രീനാണെന്നൊരു ഐഡിയ ഇല്ല കേട്ടോ. ഞാൻ നോക്കിയിട്ട് പിന്നെ പറഞ്ഞുതരാം. P2122 ആണ് ഞങ്ങളുടെ സീറ്റ്. ഞാൻ ഇവിടെ വന്നപ്പോഴേക്കും എല്ലാവരും സ്വെറ്ററൊക്കെ എടുത്തേക്കുന്നത് കണ്ടു. ഞാൻ മാത്രമല്ല, വർക്കൗട്ട് ഡ്രസ് ഇട്ടുണ്ട്, സിനിമ കാണാൻ വന്നിരിക്കുന്ന ടീം. ഞങ്ങളെടുത്ത ടിക്കറ്റ് വളരെ മുകളിലേക്ക്, ഇത്രയും മുകളിൽ വേണ്ടായിരുന്നു, കുറച്ച് അടിയിലെടുക്കായിരുന്നു. നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ ഈ തിയേറ്ററിന്. ഇതെന്തായാലും ട്രിവാൻഡ്രത്തുള്ള സ്ക്രീനേക്കാളും വലുതാ. ഇവിടെ ഇപ്പോഴും നാഷണാന്തുണ്ട്. എല്ലാവരും എഴുന്നേറ്റ്. ഫസ്റ്റ് ഹാഫ് ആയിട്ടാ. ഇതാണ് അവിടുത്തെ ഐമാക്സിൻ്റെ സ്പീക്കർ എന്ന് വരുന്നത്. ഡ്യുവൽ ലേസർ പ്രൊജക്ഷൻ. അതുപോലെ തന്നെ ഇങ്ങനെ കുറേ സ്പീക്കേഴ്സ് ഈ തിയേറ്ററിൻ്റെ പല ഭാഗങ്ങളിലായിട്ടുണ്ട്. ഐമാക്സിന് സർവീസ് മനസ്സിലാവും. അവിടെ കേട്ടുണ്ട് നൈസായിട്ട് അതിനകത്ത് സീരിയലാണ്. അപ്പോൾ സിനിമ എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ ഓൾറെഡി ആദ്യമേ തന്നെ ഇപ്പോൾ റിവ്യൂ ഇട്ടിട്ടുണ്ടാവും. അത് കണ്ടു നോക്കിയാൽ മതി നിങ്ങൾ. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. ബ്രേക്കായപ്പോഴേക്കും വാഷ്റൂമിൽ പോകാനുള്ള തിരക്ക്. ഓക്കെ, സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ പോകാനായിട്ട് എന്താ തിരക്ക്. ഈ സിനിമ പോയതൊക്കെ end-to-end പ്രൊജക്ഷൻ ഉണ്ട്, ക്രോപ്പില്ല. ഗൈസ് ഞങ്ങളിരിക്കുന്ന ഇദ്ദേഹത്തെ അവിടെ മുകളിലായിട്ടാണ്. അവിടെ ടിക്കറ്റ് എടുക്കണ്ട, എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെയൊക്കെ എടുത്താൽ മതി. ഫ്രണ്ടിൽ സ്ക്രീനിൽ നിന്ന് എന്തോരം ഡിസ്റ്റൻസ് ഉണ്ടെന്ന് നോക്കി. ഞാൻ ഡോറിൽ നിന്നുള്ള ലുക്കട്ടെ. അനുബാക്സിൽ ടോയ്ലറ്റിൽ പോയിങ്ങനെയാണ്. എൻ്റെ പൊന്നെ എന്ത് തിരക്ക് പോക്കോണ്ടോടാ. ഇത് ഇന്ന് സിനിമ തീരാതായാലും കിട്ടുമോ? ഫുഡ് അത്യാവശ്യം നല്ലതാണ്, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇതാണ് പ്രൈസ്. ഞാൻ ഇപ്പോഴും കാര്യം ശ്രദ്ധിച്ചത്, ഇവിടെ ഡുക്കാറ്റിയുടെ ഒരു ബൈക്ക് അൺവീൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഇത് ഓരോ സിനിമകളുടെ പേരാണ് അവിടെ വെച്ചിരിക്കുന്നത്. എല്ലാം ഓരോ സിനിമകളുടെ പേരുകൾ, എന്താ ഡീറ്റെയിൽ ഐക്കോണിക് സിനിമകളാണ് ഇത് ഉദ്ദേശിച്ചിരുന്നത്. ഇതവിടെ നമ്മുടെ ഡിസ്പോസബിൾ ഗ്ലാസസ് ഉണ്ട്, അത് വെച്ചിട്ട് ഇവിടെ നിന്ന് വെള്ളം കണക്ട് ചെയ്യാം. ഞാൻ കുറച്ച് നേരം ഇവിടെ കിടന്ന് തപ്പിട്ടത് എവിടെ സ്വിച്ച് വെക്കണമെന്നത്. സ്വിച്ച് ഇവിടെ അടിയിലാണ്, അതുകൊണ്ട ആ ചെറിയ സാധനങ്ങളാണ് സ്വിച്ച്. ഈ സിനിമ ഞങ്ങൾ പോയിട്ടാണ് റിലീസ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് കാണാമായിരുന്നു ഇവിടെ തന്നെ. ലിറ്ററലി 20% റിലീസ് ചെയ്യേണ്ട പടമായിരുന്നു, ഇപ്പോൾ 28-നാക്കി. എനിക്കൊന്ന് ഈ ഓപ്പൺഹൈമറൊക്കെ റിലീസ് ചെയ്യണമെന്നാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ ഇത് മാത്രമല്ല, ഇവിടെ വേറെ കുറച്ച് ഇതും കൂടി പോകുന്നുണ്ട്. എന്താണ് മെനൂസിലും കൂടി പോകുന്നുണ്ട്, തിയേറ്റേഴ്സിൽ പോകുന്നുണ്ട്. അത് വരും ദിവസങ്ങളിൽ വീഡിയോ വരും. അപ്പോൾ എന്താ പറയുക, പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പ്ലേലിസ്റ്റ് എടുക്കുക, കണ്ടു നോക്കുക കേട്ടോ. ഡ്യൂണാണ് അടുത്ത വരുന്ന സിനിമ കേട്ടോ, ഡ്യൂൺ പാർട്ട് 2.
ഐമാക്സിൽ വന്ന പടം. പിന്നെ അതിന് മുന്നേ ബ്ലൂ ബീറ്റിൽ വന്നിട്ടുണ്ട്, വേറെ ഏതോ സിനിമയും കൂടെ വന്നിട്ടുണ്ട്, മറന്നു ഏതാണെന്നുള്ളത്. ബ്ലൂ ബീറ്റിൽ എന്തായാലും ഞാൻ കോയമ്പത്തൂർ പോയി കാണാമെന്ന് വിചാരിച്ചതാണ്. ഈ സ്ക്രീൻ ഉണ്ടല്ലോ, ലിറ്ററലി സിൽവർ കളറുള്ള സ്ക്രീനാണേ. എനിക്ക് ശ്രദ്ധിച്ച് നോക്കി കാണാൻ സിൽവർ സ്ക്രീനാണ്. ഈ സീറ്റിന് പക്ഷേ എനിക്ക് ചെറിയ പോരായ്മ ഫീൽ ചെയ്തു. നമുക്ക് റിക്ലൈനൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അനങ്ങില്ല അത്. സിനിമ തീർന്നു 3:23 വെളുപ്പിന്. എക്സിറ്റ് ഇവിടെ കൂടെയാണ്. ഇവിടുത്തെ റിക്ലൈനർ സീറ്റ് ഇങ്ങനെ ഉണ്ടാ. എങ്ങനെ ഉണ്ടായിരുന്നപ്പാ? ഒരു ക്ലാസ് ഡയറക്ടറാണ് പുള്ളി. പക്ഷെ നീ കാണേണ്ട കുറച്ച് സിനിമ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അത് മസ്റ്റായിട്ട് കാണണം കേട്ടോ. ഇതൊരു ബയോപിക്കാണ്, അതാണ് ഇങ്ങനെ പോയത്. ഒരു രക്ഷയില്ലാത്ത എ സി ആണ് നോക്കാം. ഒരാളിരുന്ന് വിറക്കണം. കട്ട എ സി. ഈ ഇറങ്ങിപ്പോണ സ്റ്റെയർ കേസൊക്കെ മൊത്തം ഇങ്ങനെ മൂവി CDs DVDs ടൈപ്പ് രീതിയിലാണ് കാണിച്ചിട്ടുണ്ട്, കാസറ്റ് മോഡലൊക്കെ. അപ്പോൾ ഓപ്പൺഹൈമർ മൂവി എങ്ങനെ ഉണ്ടായിരുന്നുള്ളത് ഞാൻ ഓൾറെഡി വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതിന് മുന്നേ അത് വന്നിട്ടുണ്ടാവും, അത് കണ്ടു നോക്കിയാൽ കേട്ടോ. ആ വീഡിയോ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, പിന്നെ കമൻറ്റായിട്ട് ഇട്ടേക്കാം. അപ്പോൾ ആക്ച്വലി എൻ്റെ ഐമാക്സ് ലേസർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ എനിക്ക് പറയാനുള്ളത് നല്ല ക്ലാരിറ്റിയാണ്. പിന്നെ ഫുള്ള് എഡ്ജ് ടു എഡ്ജ് ഫുള്ള് ക്രോപ്പ് ചെയ്യാത്ത രീതിയിൽ എനിക്ക് കാണാൻ പറ്റി. അതൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ ഒറ്റ കാര്യം, ഞാൻ ഈ മൂവിയുടെ ടിക്കറ്റ് എടുത്തപ്പോൾ 500 രൂപ ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് ക്യാൻസൽ ചെയ്ത് നല്ലൊരു സീറ്റ് എടുക്കാൻ വേണ്ടി എടുത്തപ്പോഴേക്കും അതിൻ്റെ റേറ്റ് ആ ഒരു ടൈമിൽ എനിക്കൊന്ന് 3-4 ദിവസത്തിനുള്ളിൽ റേറ്റ് മാറി ഏകദേശം 900 അടുത്ത് ആയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഈ ടിക്കറ്റിന് എനിക്ക് ആയത് 1700 രണ്ടെണ്ണം. പക്ഷെ ആദ്യം എടുത്തപ്പോൾ എനിക്ക് ഇത്ര പൈസ ഇല്ല, 1700 ഉണ്ടായിരുന്നു. എനിക്ക് 500 സീറ്റ് കിട്ടിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ച് നേരത്തെ ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് ടിക്കറ്റ് പ്രൈസ് കുറഞ്ഞ് കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. ആ ഒരു സംഭവം മാറ്റി കയറാനുണ്ടെങ്കിൽ അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ട്രൂലി വർത്ത് ഇറ്റ് ആണെന്നാണ് എൻ്റെ അഭിപ്രായം. സൗണ്ടും രക്ഷയുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് നോളൻ്റെ മൂവീസിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ വെൽ ബാലൻസ്ഡ് ആയിരിക്കും. അത് അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ഇനിയും ഒരുപാട് ഐമാക്സുകൾ നമുക്ക് പോകാനുണ്ട്. നമ്മൾ പോകും, ചാനലിൽ വീഡിയോ ഇടുകയും ചെയ്യും. നമുക്കിത് ഭയങ്കര ക്രേസാണ്, അതുകൊണ്ട് നമ്മൾ പോകും. ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഐമാക്സ് വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഇവളുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്, ആ വീഡിയോ കണ്ടു നോക്കിയാൽ മതി. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു ഇനിയും ഒരുപാട് ഐമാക്സ് തിയേറ്ററിൽ പോകാണ്ട് നമുക്കെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ വരുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ മുംബൈയിൽ വന്നിട്ട് നിങ്ങൾ ഐമാക്സ് മാത്രമല്ല കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള കുറച്ച് തിയേറ്റേഴ്സും കാണിച്ചു തരാം. നാളെ ഞങ്ങൾ അവിടെയൊക്കെ പോകുന്നുണ്ട്, അതിൻ്റെയൊക്കെ വീഡിയോസ് ചാനലിൽ വരുന്നതാണ്. അപ്പോൾ എല്ലാ ദിവസവും വീഡിയോ ചെക്ക് ചെയ്യാം കേട്ടോ. ഈ പൊതുവേ നമ്മൾ ഫുഡ് ഹണ്ടിന് പോകുന്നതിന് വരും തിയേറ്റർ ഫുഡ് ഹണ്ടിൻ്റെ സാധനങ്ങളുണ്ട്, ഞങ്ങൾ പറ്റാവുന്നതൊക്കെ. ഇത്തവണ അതുകൊണ്ട് ഫുഡുകൾ കാണിക്കാൻ വേണ്ടി ഓരോ സ്ഥലത്ത് ട്രാവൽ ചെയ്യുമ്പോഴേക്കും നമ്മൾ തിയേറ്റർ കാണിക്കാൻ വേണ്ടി. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ വേറെ ഒരു കാര്യം പറയാനുള്ളത്, എനിക്ക് നിങ്ങൾ നാളത്തെ സിനിമ എന്ന് പറഞ്ഞാൽ ബാർബിയാണ്. ബാർബി കാണാൻ പോകുന്നത് ഞങ്ങൾ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു തിയേറ്ററിലാണ്. അപ്പോൾ അത് കാണിച്ചു തരാം. അപ്പം മറക്കരുത്, ഓരോ ദിവസം ഓരോന്നെ വീതം 2 വീതമൊക്കെ ആയിട്ട് ഇടാം, കണ്ടു വെക്കുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.